നമസ്കാരം. നാളെയുടെ സ്വപ്നങ്ങൾ എന്നാണ് നമ്മുടെ ഈ സെഷന് കൊടുത്തിരിക്കുന്ന തലവാചകം. നാളെയുടെ സ്വപ്നങ്ങൾ എന്ന വാക്കിൽ ഒരു കാൽപ്പനികത്വം നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായി ഒരു സെഷന് അങ്ങനെ ഒരു തലവാചകം കൊടുക്കുമ്പോൾ നാളെയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കാൽപ്പനികതയും അല്പം സാഹിത്യ ഭംഗിയും കൂടുതലായി മുഴച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് ആ സെഷൻ്റെ പേര് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേഗാനന്തര കാലത്തെ വേഗതയ്ക്കൊപ്പം ആ വേഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമോ, അത് രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തുറമുഖങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, ആകെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വേഗതയിലേക്ക് എത്താൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു 20 വർഷത്തെ പിന്നിലേക്ക് കൂടി പോയാൽ നമുക്ക് 20 വർഷത്തെ പിൻചരിത്രം കേരളത്തിൻ്റെ എടുത്താലും അതിന് മുൻപുള്ള പിൻചരിത്രം എടുത്താലും അത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്, രാഷ്ട്രീയ വിവാദങ്ങളുടെ ചരിത്രം കൂടിയാണ്. അല്ലാതെ വികസനത്തിൻ്റെ നാഴികക്കല്ല് വെച്ചല്ലോ നമ്മുടെ കാലത്തെ നമ്മൾ ചരിത്രത്തിലേക്ക് അടയാളപ്പെടുന്നത്. അപ്പോൾ 20 വർഷം മുൻപ് നിയമസഭാ റിപ്പോർട്ടിങ്ങിനൊക്കെ ആദ്യകാലത്ത് ഞാൻ ചെല്ലുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ചർച്ച വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സ്വപ്ന പദ്ധതി അത് ഒരു നൂറ്റാണ്ടായി ചർച്ച ചെയ്യപ്പെടുന്നു. അത് ഇതുവരെയും യാഥാർത്ഥ്യമായില്ല. ലോകത്ത് ഇത്ര മികച്ചൊരു ഭൂപ്രദേശം ഇല്ല ഒരു ലോകോത്തര തുറമുഖത്തിന് എന്ന ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്താണ് ആദ്യമായി നിയമസഭാ റിപ്പോർട്ടിങ്ങിലൊക്കെ ഞാനൊക്കെ എത്തുന്നത്. അതുമുതൽ ഇങ്ങോട്ട് ദീർഘകാലത്തെ അഴിമതി ആരോപണവും വിവാദങ്ങളും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത്. ഞാനതിൻ്റെ രാഷ്ട്രീയ ചർച്ചകളുടെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ കടക്കുന്നില്ല. ഞാനല്ല ഈ സെഷൻ്റെ സ്പീക്കറും, ഞാൻ ആമുഖമായി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ അതിവേഗ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പുതിയ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഈ ശ്രീധരൻ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിശദമായി കമൻറ്റ് ചെയ്തു. അതേസമയം സംസ്ഥാന സർക്കാർ റാപ്പിഡ് റെയിൽ എന്നൊരു പ്രൊജക്റ്റുമായി വന്നു, ഡൽഹി മീററ്റ് മാതൃകയിൽ. അതിനു മുൻപ് മോണോ റെയിലിനെ കുറിച്ച് നമ്മൾ കേട്ടു, മെട്രോ റെയിലിനെ കുറിച്ച് കേട്ടു. മെട്രോ റെയിൽ കൊച്ചിയിൽ വന്നു, സിൽവർ ലൈനിനെ കുറിച്ച് ചർച്ച ചെയ്തു, കെ റെയിൽ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. പക്ഷേ ഒന്നും മുന്നോട്ട് പോയില്ല. മാറിയ കാലത്ത് വികസന വളർച്ചയെ ലോകം കൈവരിക്കുന്ന വേഗതയ്ക്കൊപ്പം നമ്മൾ എത്തുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ സാധ്യതകൾ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സാധ്യതകളെ നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സാധ്യതകളിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇടപെടാൻ കഴിയുക? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബോബി നായർ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാനൊരു ജ്ഞാനിയൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ മലയാളിക്ക് മാത്രമല്ല, നമുക്ക് ഇന്ത്യക്കാർക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവം, നമ്മുടെ രാജ്യത്തെ തള്ളി പറയാറുണ്ട്. നമ്മൾ അതിൻ്റെ കുറ്റങ്ങൾ മാത്രമാണ് കാണാറ്. നമ്മൾ അതിൻ്റെ നന്മകളൊന്നും കാണുന്നില്ല. ഇന്ത്യ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ വി ആർ റെഡി ടു ക്രിട്ടിസൈസ്. നമ്മൾ ഇന്ത്യ മോശമാണെന്നാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയൊരു കാര്യമാണ്. എൻ്റെ ജോലിയിൽ ഞാനൊരു 36 രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്. 20 കൊല്ലത്തിന് മേളിൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അത്ര വലിയ സ്വർഗമൊന്നും അല്ല വിദേശത്ത്. നമ്മൾ അവിടുത്തെ കാണുന്നതെല്ലാം ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ അവിടുത്തെ പോരായ്മകൾ കാണാറില്ല. അപ്പം വിദേശത്തെ അടിപൊളി സംഭവങ്ങളും ഇന്ത്യയുടെ പോരായ്മകളുമാണ് കാണുന്നത്. ദിസ് ഇസ് വെരി വെരി അൺഫോർച്ചുനേറ്റ് തിങ്. അപ്പം I usually tell people that there is a lot that we don't see, and that is the topic that I want to talk about. അപ്പോൾ കുറച്ച് ഞാൻ ഭാഷ അങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി പോകും. അതറിയാതെ സ്ലിപ്പ് ചെയ്യുന്ന എൻ്റെ മലയാളവും ഇംഗ്ലീഷും മോശമാണ് രണ്ടും. അപ്പം അത് യു ഷുഡ് ബെയർ വിത്ത് മീ. എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് ബുദ്ധിമുട്ടുള്ളൂ വരുന്നില്ല. ഞാനിത് വേഗം നടത്തിക്കൊള്ളാം. ഈ ഫ്രേസ് വളരെ പോപ്പുലറായൊരു ഫ്രേസാണ്. ഞാനത് വായിക്കാൻ ശ്രമിക്കുന്നില്ല. അത് സംസ്കൃതം അറിയാവുന്നവർക്കും ഹിന്ദി അറിയാവുന്നവർക്കും മനസ്സിലാവും. എന്താ വേണം? വേണ്ട. അപ്പം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അർത്ഥം വളരെ നിസ്സാരമാണ്. നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പം ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറയുന്നില്ല. നമ്മൾ ഇലക്ട്രിസിറ്റി കാണുന്നില്ല, പക്ഷെ അതിൻ്റെ എഫക്ട്സ് കാണാം. ഈ പവറും ഈ ലൈറ്റും ഒക്കെ കാണാം. കാറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് വി കാൺട്ട് റിയലി സീ ഇറ്റ്, ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഒരു പ്രൊഫൗണ്ടായൊരു സാധനമാണ്. നമ്മൾ
ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ആബ്സെൻസ് ഓഫ് പെർസെപ്ഷൻ ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിയാവും. ഇപ്പം നമ്മുടെ രാജ്യത്ത് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വാട്ട് വി ഡോണ്ട് സീ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ. നമ്മുടെ രാജ്യത്ത് 2 പേർക്ക് ശബ്ദമേ ഇല്ല. ആരായി 2 പേര്? ഒന്നെന്ന് വെച്ചാൽ ഒരു മാർഗവുമില്ലാത്ത ആൾക്കാർ, അവർക്ക് ശബ്ദമേ ഇല്ല. ആരും അവരുടെ കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. അമിതാഭ് ബച്ചൻ ഇപ്പം ഇന്നൊരു കാര്യം പറഞ്ഞാൽ അത് വാർത്തയാകും. റോഡിൽ കിടക്കുന്ന രാഘവൻ ഒരു കാര്യം പറഞ്ഞാൽ നോബഡി ഈസ് ദെയർ. അപ്പോൾ അവർക്ക് വോയിസ് ഇല്ല. വോയിസ്ലെസ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇന്ത്യയിൽ. മറുവശത്ത് ഒന്നുമില്ലായ്മ ആണിത്. ഇനി എല്ലാം ഉള്ളവനുമുണ്ട്, അവനും ശബ്ദമില്ല. എന്താ കാര്യം? ദേ ഡോണ്ട് കെയർ. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പവർ പോയാൽ സാരമില്ല, എനിക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. എനിക്ക് റോഡിൽ കൺജഷൻ ഉണ്ടെങ്കിൽ സാരമില്ല, എനിക്ക് വിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ദേ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ, ഒന്ന് മിണ്ടാൻ വകുപ്പില്ലാത്തവരും മറ്റത് കേൾക്കാനോ അല്ലെങ്കിൽ മിണ്ടാൻ താല്പര്യമില്ലാത്തവരും. അപ്പം നമ്മൾ ഈ കൂട്ടരാണ് ദോസ് ഹു നീഡ് ചേഞ്ച് ആൻഡ് ദോസ് can actually bring about change. ഈ 2 പേർക്കും വോയിസ് ഇല്ല. അവർ one is by voluntarily doesn't want to speak, the other guy does not have a voice. നമ്മൾ എന്തുവാ കാണുന്നത് ഇന്ത്യയിൽ? ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും മില്യൺ ആൾക്കാർക്ക് ഇതില്ല, അതില്ല. ഈ നമ്പേഴ്സൊക്കെ ഭീകരമാണ്. വലിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 37% ഈ പറയുന്ന നമ്പേഴ്സൊക്കെ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനെക്കാട്ടിലും വലുതാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് അതൊക്കെ കാണുന്നത്. എത്രയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്? 76% cannot afford, 20 years ago 17% വളരെ പുവറായിരുന്നു. ഇപ്പോഴോ 12%. ഈ 12% എന്നൊക്കെ പറഞ്ഞ ചെറിയ നമ്പറാണോ? 150 മില്യൺ ആൾക്കാർ കൂടുതലാണ്. അത് പല രാജ്യങ്ങളെക്കാളിലും വലുതാണ്. തമിഴ്നാടിനേക്കാളിലും വലിയ പോപ്പുലേഷനാണ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പം നമ്മളിതാ കാണുന്നത്. നമ്മൾ പറയുന്നത് ഇന്ത്യ വളരെ മോശമാണ്, ഇതൊക്കെ കാരണമാണ്. ഭക്ഷണമില്ല, ആൾക്കാർക്ക് ന്യൂട്രീഷൻ ഇല്ല, ഹെൽത്ത് കെയർ ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല. ഉള്ളവരുടെ കാര്യം പറയാറില്ല. നമ്മൾ കാണുന്നത് ഇല്ലാത്തവരുടെ കാര്യം, അത് മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു കുറ്റമല്ല. ദീസ് ആർ റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ നിന്ന് നമുക്ക് ഓടിയൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എത്ര പേര് അപ്പുറത്തോട്ട്, ഇപ്പം 10 പേർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് 90 പേർക്ക് ഭക്ഷണം കിട്ടിയ കാര്യം ആരും മിണ്ടുന്നില്ല. നമ്മൾ വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. അപ്പം ചില നമ്പേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഈ 76% എന്നൊരു നമ്പർ അവിടെ കിടപ്പുണ്ട്. അത് ഒരു 700 മില്യൺ ആണ്. യൂറോപ്പിൻ്റെ പോപ്പുലേഷനെക്കാളും കൂടുതലാണ്. 50 രാജ്യങ്ങളുടെ പോപ്പുലേഷനെക്കാളും കൂടുതലാണ്. അപ്പം നമ്മളിതാ കാണുന്നത്. നമ്മൾ പറയും ഇന്ത്യ കൊള്ളത്തില്ല, അതിൻ്റെ റീസൺ ഇതാണ്, ഇത്രയും പേര് കണ്ടില്ലേ. വേറെ എന്താ കിടക്കുന്നത്? 109 മില്യൺ ഇന്ത്യൻസ് ആർ അണ്ടർ നറിഷ്ഡ്. അത് ഈജിപ്തിനേക്കാളിലും വലുതാണ്, ബിഗർ ദൻ ഈജിപ്റ്റ്. അപ്പം നമ്മൾ അതൊക്കെയാണ് കാണുന്നത്. നമ്മൾ വേറെ നല്ലതൊന്നും കാണുന്നില്ല. ഇതാണ് അടുത്തൊരു സ്ഥിതി. നമ്മുടെ റൂറൽ പോപ്പുലേഷൻ ഒരു 10, 70, 80 കൺട്രീസിനെക്കാട്ടിലും വലുതാണ് നമ്മുടെ റൂറൽ പോപ്പുലേഷൻ. അതൊരു വലിയ നമ്പർ ആണോ? ചില കൺട്രീസിലൊക്കെ 90% റൂറൽ പോപ്പുലേഷൻ ഉള്ളവരാണ്. നമ്മൾ 90% ഇല്ല. പക്ഷെ അത് നമ്മൾ കാണുകയില്ല. നമ്മളപ്പോഴും കാണുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല, ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, ഇത്രയും വലിയ നമ്പേഴ്സാണ് കാണിക്കുന്നത്. ശരി, ഇവിടെ ആൾക്കാർ എന്തുവാ ശ്രദ്ധിക്കുന്നത്? ഈ വക കാര്യങ്ങൾ, ഈ പച്ചയെ കാണുന്ന സാധനങ്ങളാണ് എല്ലാം ശ്രദ്ധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആ ചുവപ്പ് കാണുന്ന. എല്ലാവരും ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെയാണ് നടക്കുന്നത്. വേറെ നമ്മുടെ ജെനുവിൻ ഇഷ്യൂസിനെ കുറിച്ച് ആരും നോക്കുന്നുണ്ടോ? ഇല്ല. ആരും കുറ്റം പറയല്ല. ഞാനും ഇതുപോലെ തന്നെ ഫോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ വി ഡോണ്ട് കെയർ. അതൊരു സിഗ്നിഫിക്കൻ്റ്ലി ബിഗ് ഗ്യാപ്പ്. വി ഡോണ്ട് കെയർ. നമ്മൾ ഈ ഏരിയാസ് ഭയങ്കര അറ്റൻഷൻ വേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തോ ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ഇനഫ്? ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറ്റം പറയാനായിട്ട് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇസ് എ ഗിവൺ. നമ്മൾ കുറ്റം പറയണോ? പറയണം. കുറ്റം മാത്രം പറയണോ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമില്ലേ? ഇന്ത്യയിലാണെങ്കിൽ നമ്മളിപ്പോൾ ആളുകളോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ, ഇന്ത്യക്കാർക്ക് അഭിപ്രായത്തിന് ഒരു കുറവുമില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിൽ എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. വിരാട് കോഹ്ലിയുടെ സ്ട്രോക്ക് ശരിയല്ല, ഇവൻ്റെ കവർ ഡ്രൈവ് ശരിയല്ല, എല്ലാവരും എക്സ്പെർട്സാണ്. എന്തൊരു ബൗളിംഗ് ആയത്, ഇന്നിങ്ങനെയാണോ ബൗൾ ചെയ്യണ്ടേ? നമുക്ക് അഭിപ്രായമില്ലാത്ത ഒരു സാധനമില്ല. നമ്മൾ എന്തെടുത്താലും, നമ്മൾ വണ്ടി എടുത്താൽ ഏത് വണ്ടിയാണ് നീ ഓടിക്കുന്നത്? ഞാൻ ഹോണ്ട കൊള്ളത്തില്ല. താൻ ആരുവാ? കഴിഞ്ഞ വർഷം $8 ബില്യൺ ഹോണ്ട R&Dക്ക് ചിലവാക്കിയത്. $8 ബില്യൺ. പക്ഷെ ഇവിടെ നിൽക്കുന്ന
റോഡിൽ ഇരിക്കുന്ന രാഘവൻ പറയുന്നത് ഹോണ്ട കൊള്ളത്തില്ല. ടൊയോട്ട ചിലവാക്കിയിരിക്കുന്നത് $18 billion ആണ്. പക്ഷേ ടൊയോട്ട വണ്ടി കണ്ടിട്ട് നമ്മളാണ് അഭിപ്രായം പറയുന്നത്, ഇത് കൊള്ളത്തില്ല, ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, എന്തൊരു അഭിനയമാണ്, അയാൾ 40 കൊല്ലമായിട്ട് അഭിനയിക്കുക, നമ്മൾ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല, നമ്മൾ അഭിപ്രായം പറയും. നമ്മുടെ ഒരു സ്വഭാവമാണ്. ഭരണം, ഈ ഭരണം ശരിയല്ല, ഇങ്ങനെയല്ല നടത്തേണ്ടത്. 40 കൊല്ലമായിട്ട് മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നടത്തുന്നത്, നമ്മൾ ഒന്നാമതൊരു അഭിപ്രായം പറയാം. അപ്പോൾ ഇന്ത്യക്കാർക്ക് അഭിപ്രായക്കുറവൊന്നുമില്ല. എങ്ങനെയാണ് ഈ രാജ്യത്തിനെ നന്നാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എവ്രിബഡി നോസ് ഹൗ ടു റൺ ദ കൺട്രി, ഹൗ ടു പ്ലേ ക്രിക്കറ്റ്, ഹൗ ടു ഡിസൈൻ ഓട്ടോമൊബൈൽസ്, എവ്രി വൺ ഇസ് എൻ എക്സ്പെർട്ട്. ദാറ്റ്സ് ഇൻ ഇന്ത്യ. പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഒന്നും ഇല്ല. Now, coming back to what we don't see. And I just want to point out a couple of things. ഉദാഹരണം, ഈ നമ്മൾ ശൂന്യം, സീറോ, നമ്മൾ ഈ സീറോ ഇല്ലാതെ, ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, റൈറ്റ്? ഒരു കോൺസെപ്റ്റ് അല്ല. സീറോ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, 1, 2, 3, 4 പോലെ ഒരു ക്വാണ്ടിറ്റിയാണ് സീറോ. ഈ സീറോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സ് തന്നെ തകർന്നു പോകും. സീറോ വേണം. നമ്മളത് കേൾക്കുന്ന എവിടുന്ന, അത് വെളിയിൽ നിന്ന് വന്നാണ് പറയുന്നത്. അറബിക് ന്യൂമറൽസ് എന്നാണ് നമ്മുടെ ന്യൂമറൽസ് വരുന്നത്. അറബുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അത്. റോമൻ ന്യൂമറൽസ് പോലും റോമൻ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അറബിക് ന്യൂമറൽസ് എന്നാണ് പറയുന്നത്. സീറോ ഇവിടുന്ന് വന്നതാ. പിങ്കള എന്ന് പറയുന്ന അയാൾ കൊണ്ടുവന്നതാ. ആ കോൺസെപ്റ്റ് അല്ല, ആക്ച്വൽ നമ്പർ. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയല്ല. ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ബോധമിടുമല്ല. നമ്മൾ അന്തം വിട്ട് ഡയലോഗും ഇടുന്നുണ്ട്. ഇത് അൽജിബ്ര, അൽ ജബേറിൽ നിന്ന് വന്നതാണ് അൽജിബ്ര. അൽജിബ്ര ഖൊറാസിമി കൊണ്ടുവന്നതാണ് അവിടുന്ന്. നോ 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 പിങ്കളയുടെ കോൺസെപ്റ്റ് ഇല്ലാതെ ദിസ് കുഡ് നോട്ട് ഹവ് ഗോൺ ഫോർവേഡ്. നോട്ട് പോസിബിൾ. ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാറില്ല. നമ്മളതിന് പകരം ബാക്കിയുള്ളവരെ കൊട്ടിഘോഷിക്കും. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക് പറയാം. ഈ യൂറോപ്പിൽ സീറോ അവരുടെ അരിത്മെറ്റിക്കിൽ കയറുന്നത് 12th centuryയിലാണ്. നമ്മൾ പിങ്കള 2300 വർഷം മുമ്പ് ജീവിച്ച മനുഷ്യനാണ്. 2300 years ago പിങ്കള ആഡഡ് സീറോ. യൂറോപ്പ് സീറോ ഡിസ്കവർ ചെയ്യുന്നത് 12th centuryയിലാണ്. പക്ഷെ നമ്മൾ കാണുന്നത് അവരാണ് വളരെ ബുദ്ധിമാന്മാരും എന്നാണ് പറയുന്നത്. ഈ ബൗധായന തിയറം, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പിത്തഗറസിൻ്റെ തിയറം പഠിക്കാറുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ എടുത്താൽ 2 സൈഡിൽ സ്ക്വയർ എടുത്താൽ ആ ഹൈപ്പോട്ടനിസിൻ്റെ സെയിം വാല്യൂ ആണ്. അത് നമുക്ക് എവ്രി വൺ ഓഫ് us ലേൺസ് ദാറ്റ്, അല്ലേ? ദിസ് ദ സം ഓഫ് ദി ആംഗിൾസ്. പിത്തഗറസിനൊക്കെ വളരെ 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 മുമ്പേ ഈ തിയറം കൊണ്ടുവന്ന ആളാണ് ബൗധായന. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആരും പറയല്ല. അത് തിയറം ഇസ് കോൾഡ് ദ പിത്തഗോറിയൻ തിയറം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആരെങ്കിലും സ്കൂളിൽ, നമ്മുടെ സ്കൂളിൽ ബൗധായനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വി ആർ സോ ഗ്ലാഡ് ടു ആക്സെപ്റ്റ് ഇറ്റ് വെളിയിൽ നിന്ന്. ആൻഡ് വി ഡോണ്ട് ലുക്ക് ഇൻവേർഡ്സ്. നാം ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. വി ഡോണ്ട് സീ ഇറ്റ്. ഇത് ഞാൻ പോഴത്തരം പറയുന്നില്ല. ഇറ്റ്സ് റെക്കോർഡഡ് ഹിസ്റ്ററി. ബൗധായന വോണ്ട് ഈവൻ ഹാവ് പ്രോബ്ലി എ വിക്കിപീഡിയ പേജ്, ബട്ട് വി കോൾ ഇറ്റ് Pythagoras theorem. And this is just another, and this is so impressive. പക്ഷേ nobody cares. അതും this is also 400 years before Pythagoras. അപ്പോഴാണ് ബൗധായന കൊണ്ടുവന്നത്. സർജറി, പ്ലാസ്റ്റിക് സർജറി. എല്ലാവരുടെയും ധാരണ പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ കോസ്മെറ്റിക് സിനിമ അടിമാർക്കുള്ള. നോ. പ്ലാസ്റ്റിക് സർജറി ഈസ് റീകൺസ്ട്രക്റ്റീവ് സർജറി. 90% ഓഫ് പ്ലാസ്റ്റിക് സർജറി ഈസ് അബൌട്ട് ബേൺ വിക്ടിംസ്, അങ്ങനെയുള്ളവരുടെ കാര്യമാണ്. ഇത് നമ്മൾ ഇറ്റാലിയൻ ഇയാൾ ടോസ്കാലിറ്റി കൊണ്ടുവരുന്നതിന് ഒരു 400-500 വർഷം മുമ്പാണ് നമ്മളിത് സർജറി ചെയ്തുകൊണ്ടിരുന്നത്. നോ ബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. ഒരൊറ്റ അക്ഷരം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നോട്ട് എ വേർഡ്. എന്നിട്ട് നമ്മൾ ടാഗ്ലിയാകോക്സി കൊണ്ടുവന്നതാണ്. ടാഗ്ലിയാകോക്സി കൊണ്ടുവന്നതിന് മുമ്പ് ഇറ്റ് ഈസ് ഇൻഡിസ്ക്രൈബിളി ഇമ്പോർട്ടൻറ്റ്. ബട്ട് വി ഡോണ്ട് ഈവൻ നോ ദിസ് ഗൈസ് നെയിം. ചാരകനും സുശ്രുതൻ്റെയൊക്കെ കാര്യം നോബഡി ഈവൻ നോസ്. നമ്മൾ ഇവിടെ ഡോക്ടേഴ്സ് ഒരു 2010 ഒക്കെ ആ കാലത്ത് വരെ ഇവിടെ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ ഇതിനകത്ത്? ഹിപ്പോക്രാറ്റിക് ഓത്ത് ആയിരുന്നു എടുക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും ഹിപ്പോക്രറ്റസിൻ്റെ ഓത്ത്. ദേ ടേക്ക് എൻ ഓത്ത്. ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പേ യു ടേക്ക് എൻ ഓത്ത്, ഹാം നോ ബഡി എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്താണെന്ന് പലരും അറിയാമോ? അത് അപ്പോളോ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഐ സ്വെയർ ബൈ അപ്പോളോ ഫിസിഷ്യൻ എന്നാണ് ഫസ്റ്റ് ലൈൻ. അപ്പോളോ ആരാണ്? നമ്മുടെ അമ്മാവനോ? What is wrong with us? We have nothing to do with it. And the Hippocratic oath is, I swear by Apollo physician, by Asclepius, by Hygeia. ഇവരൊക്കെ ആരാ? നമ്മുടെ can't you swear by our own people? Swear ചെയ്യണ്ട. 2017 തൊട്ട് വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ has changed it. Now ആ swearing ഇല്ല. ഇപ്പം ന്യൂട്രലായ ഒരു കാര്യമാണ്. ബട്ട് ഞാൻ പറയാം, ഫോർ 50-60 years ഇതായിരുന്നു നമ്മൾ സ്വെയർ ചെയ്യുന്നത്.
നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് അതൊക്കെ. അപ്പോളുമായിട്ട് എന്താ ബന്ധം? ഹൈജിയുമായിട്ട് എന്താ ബന്ധം? അസ്ക്ലീപ്പിയസുമായിട്ട് എന്താ ബന്ധം? അസ്ക്ലീപ്പിയസിന്റെ സ്റ്റാഫാണ് ആ സിമ്പിള്. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്? നമ്മൾ ബ്ലൈൻഡ്ലി അങ്ങ് ചെയ്യാണ്. സംബഡി ഹാഡ് ടു പോയിന്റ് ഇറ്റ് ഔട്ട്. അതായത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റിയപ്പോൾ തന്നെ അത് ചരകന്റെ പേര് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് വന്നു. അൺനെസസറി. ഞാൻ പറയാം, വി ഹവ് നോ പ്രൈഡ്. ആ ശുശ്രുത ഈ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ മിണ്ടുന്ന പോലുമില്ല. ടാഗ്ലിയോകോക്സി വരുന്നത് തന്നെ 16th സെഞ്ചുറിയിലാണ്. അതായത് 1900 ഇയേഴ്സ് മുമ്പേ ശുശ്രുതയുടെ റൈറ്റിങ്സിനകത്ത് റൈനോപ്ലാസ്റ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ മെയിൻ കോസ്മെറ്റിക് സർജറിയുടെ ഐറ്റം ആണല്ലോ മൂക്കിൻ്റെ സർജറി. അപ്പോൾ നമ്മൾ വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ടാഗ്ലിയോകോക്സിക്കാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്ക്. ഞാൻ അവിടെ പോയിട്ടുമുണ്ട്. ഇത് നമ്മൾ among the ancient wonders of the world, നമ്മൾ ലൈറ്റ് ഹൗസ് ഓഫ് ഫാരോസ്, the library at Alexandria, എല്ലാവരും പറയാറുണ്ട്. അലക്സാണ്ടറിൻ്റെ ശേഷം ഉണ്ടായ സിറ്റിയാണ്. he set it up, but he's also interred there. ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയയിൽ 5 ലക്ഷം മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. 5 ലക്ഷം, 500,000. അതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. മാസീവ് ലൈബ്രറി. നളന്ദയിൽ 9 മില്യൺ മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതായത് 18 അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ അത്രയുണ്ട് നളന്ദ. ആരെങ്കിലും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നളന്ദ നമുക്ക് 5 മിനിറ്റ് കൂടെയാണ് ടൈം. ഓക്കെ. അപ്പം നളന്ദ എന്ന് പറയല്ലാതെ നോബഡി ടോക്സ് അബൌട്ട് അതിൻ്റെ സൈസ്, നത്തിങ്. അടുത്തൊരു ഉദാഹരണമാണിത്. ഇവിടെയുള്ളതാ, ഇരിഞ്ഞാലിക്കുടയുള്ള ഒരു മനുഷ്യനാണ്. ഇത് മാധവ സംഗമഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഈ മനുഷ്യനില്ലെങ്കിൽ ന്യൂട്ടണും ലൈബ്നിറ്റ്സ് ഒന്നും കാൽക്കുലസ് കണ്ടുപിടിക്കുകയല്ല. ദിസ് ഇസ് ദ മാൻ ഹു ഡിസ്കവേർഡ് ഇറ്റ്. ഒറ്റ ആൾ അത് മിണ്ടില്ല. നമ്മൾ പഠിക്കുന്നത് ലൈബ്നിറ്റ്സും ന്യൂട്ടണുമാണ് കാൽക്കുലസ് ഡിസ്കവർ ചെയ്തതെന്ന്. ലൈബ്നിറ്റ്സ് സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പം ഇറ്റ് ഇസ് നൗ കോൾഡ് മാധവ ന്യൂട്ടൺ ലൈബ്നിറ്റ്സ് സീരീസ്. അതും ശരിയല്ല. ഇയാളെ 400 ഇയേഴ്സ് മുമ്പ് കണ്ടുപിടിച്ചതാണ് കാൽക്കുലസ്. ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഇരിങ്ങാലക്കുടയിലുള്ള ഇയാൾ ഈ ആ 2 കാണുന്ന സാധനത്തിൽ കിടക്കുമായിരുന്നു. ഇതുപോലെ കിടന്ന് ആകാശത്ത് നോക്കും. ഈ ആസ്ട്രോണമി കണക്കുകൾ എടുക്കാൻ വേണ്ടി ഇവിടെ കിടക്കും. ഇച്ചിരി ആ വേരിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. നോബഡി നോസ് അബൌട്ട് ഇറ്റ്. നമുക്ക് മലയാളികൾക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുടയിലാണ്. ഇതൊക്കെ ഞാൻ വിടുകയാണ്. കളരിപ്പയറ്റിൻ്റെ കാര്യം അറിയാമല്ലോ. നമ്മൾ കുങ്ഫുവും കറാട്ടയുടെ ഒക്കെ കാര്യം പറയുന്നത്. കളരിപ്പയറ്റൊക്കെ കെയിം 600 ഇയേഴ്സ് ബിഫോർ ദ ഫസ്റ്റ് ഫോം ഓഫ് കുങ്ഫു. പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ ജുജിറ്റ്സു അതിൻ്റെയൊക്കെ കാര്യമേ പറയാറുള്ളൂ. നമ്മുടെ വിശ്വാസങ്ങൾ ഇവിടെ 2 മില്യൺ ടെമ്പിൾസ് ഉണ്ട് ഇന്ത്യയിൽ. 3 ലക്ഷം മോസ്ക് ഉണ്ട്. ഇത് ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ ഇവിടെയുള്ള മറ്റു മത പോപ്പുലേഷൻ, ഫോർ ഇൻസ്റ്റൻസ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇസ് ബിഗർ ദാൻ മെനി കൺട്രീസ്. മുസ്ലിം പോപ്പുലേഷൻ ഇസ് ബിഗർ ദാൻ ദി എൻറ്റയർ അറബ് വേൾഡ് പുട്ട് ടുഗെദർ. ഇറാനൊക്കെ ഉൾപ്പെടെ, സൗദിയും ഇറാനും എല്ലാം കൂടെ എടുത്താൽ പോലും നമ്മൾ പറയുന്നത് ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ്. വി ഡോണ്ട് സീ ഹൗ വെൽ ബി ഗെറ്റ് അലോങ്. അതൊന്നും ആരും കാണാറില്ല. നമ്മൾ കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. ഇത് എങ്ങനെയാ പറയേണ്ടത്? നമ്മളുടെ ഡൈവേഴ്സിറ്റിയിലെ യൂണിറ്റി ഒരു രാജ്യത്തും ഉണ്ടാകില്ല. പക്ഷെ വി ഡോണ്ട് സീ ഇറ്റ്. വി ഓൺലി സീ ദ നെഗറ്റീവ് പാർട്സ് ഓഫ് ഇറ്റ്. മ്യൂസിക്കിൻ്റെ കാര്യം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ബാഖിൻ്റെ കാര്യം പറയുന്നു, ഷൊപ്പാൻ്റെ കാര്യം പറയുന്നു, ബേഥോവൻ്റെ കാര്യം പറയുന്നു, മോട്സാർട്ട്, റഹ്മാനിനോഫ്, വാഗ്നർ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കേൾക്കാറുമുണ്ട് ഷൊപ്പാൻ്റെ നൊക്ടേൺസ് ആർ സോ ഗുഡ്, ഇയാളുടെ ഇത് കൊള്ളാം, അത് കൊള്ളാം, മറ്റേ സിംഫണി, 9 സിംഫണി. നമ്മുടെ ആൾക്കാരോ ഇവർക്കൊക്കെ മുമ്പേ വന്നവരാ. മാത്രമല്ല ദ കോംപ്ലക്സിറ്റി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ഇസ് ലൈക്ക് ഒരു 100 times ബിഗർ ദാൻ വെസ്റ്റേൺ മ്യൂസിക്. ശ്രുതിഭേദം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ക്ലാസിക്കൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ശ്രുതിഭേദം എന്നൊക്കെ പറയുന്ന അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു രാഗം കല്യാണി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹരികാംബോജിയും നടഭൈരവിയും തോടിയും ശങ്കരാഭരണവും കരകരപ്രിയം എല്ലാം കിട്ടും. ഇത് ടോണിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് വെസ്റ്റേൺ മ്യൂസിക്കിൽ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. നമ്മുടെ കോമ്പസിഷൻസ് ഒക്കെ കേട്ട് ഈ ബാഹും ബേഥോവനും കേട്ടെങ്കിൽ പേടിച്ചു പോയേനെ. ദേ നെവർ ഹേർഡ് ഇറ്റ്. പക്ഷെ അവർ കേട്ടില്ല. പക്ഷെ നമ്മൾ അവരെ ആ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർ അമീർ ഖുസ്രോ, താൻസൻ, ത്യാഗരാജ ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, ഒരക്ഷരം നമ്മൾ മിണ്ടാറില്ല. നമ്മൾ വി ആർ ആഫ്റ്റർ ദോസ് പീപ്പിൾ. സിനിമ ഹോളിവുഡാണ് നമുക്ക് നമ്പർ 1. ഒരു ഷാറുഖ് ഖാൻ ഹാസ് മോർ ഫാൻസ് ദാൻ ഓൾ ദ ഹോളിവുഡ് ആക്ടേഴ്സ് പുട്ട് ടുഗെദർ. അവരുടെ ഫാൻസിനെക്കാളും ഉണ്ട്. ഒറ്റ ഷാറുഖ് ഖാൻ നമ്മൾ കാണുന്നില്ല. അമിതാഭ് ബച്ചൻ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് മോർ ദാൻ 2000 മൂവീസാണ്. US-ഉം ചൈനയും നൈജീരിയയിൽ വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്, ഫിലിംസ് എന്ന് പറയുന്നത്.
ഇതെല്ലാം കൂടെ എടുത്താൽ പോലും ഇന്ത്യയുടെ ഫിലിം പ്രൊഡക്ഷൻ്റെ അടുത്ത് വരുന്നില്ല. നമ്മളത് കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങോട്ടാണ് നോക്കുന്നത്. മുംബൈ നമ്മൾ വിളിക്കുന്നത് ബോളിവുഡ് എന്ന്. നാണക്കേടാണ്. ഹോളിവുഡ് ഷുഡ് കോൾ ഇറ്റ് സെൽഫ് മുംബൈ വുഡ് ഓർ സംതിങ്. തിരിച്ചാ പറയണ്ടേ. പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ ഏപ്പ് ചെയ്ത് നമ്മൾ പറയാണ് ടോളിവുഡ് മോളിവുഡ് എന്നൊക്കെ പറഞ്ഞു. ഭീകരം. എല്ലാവരും നാസയുടെ കാര്യം പറയും. ഇവിടെ നാസ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കത്തയച്ചാൽ വലിയ വാർത്തയാണ്. നാസയുടെ എത്രയോ ഇരട്ടി എഫിഷ്യൻ്റ് ആ ഇസ്രോ എന്നറിയാവോ? നമ്മളത് കൊട്ടിഘോഷിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫേസസ് നമുക്ക് കാണുന്നില്ല. മൾട്ടി സാറ്റലൈറ്റ് ലോഞ്ചിങ്, അത് ഇൻസേർഷൻ ഇൻ ടു ഇത് നമുക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും. എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സമയം വളരെ കുറവാണ്. കാരണം നമുക്ക് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നുകൊണ്ട് അല്പം സെഷൻ വൈകിയാണ് തുടങ്ങി. അടുത്ത സെഷനുള്ള സമയവുമായി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അല്ലെങ്കിൽ എനിക്കൊരു പോയിന്റ് ഉണ്ട് പറയാൻ ലാസ്റ്റിൽ. അങ്ങ് പറയുന്നു. ശരി, ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ വാക്സിൻസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ 2 ബില്യൺ ഡോസസ് അഡ്മിനിസ്റ്റർ ചെയ്തത്. 2 ബില്യൺ ഈ ലോകത്തിന്റെ 1/4 പോപ്പുലേഷൻ്റെ അത്രയും ഉണ്ട് ആ 2 ബില്യൺ ഡോസസ് എന്ന് പറഞ്ഞത്. നമ്മളൊരു 1 ഇയറിൽ നമ്മൾ 900 മില്യൺ ഡോസസാണ് കൊടുത്തത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ് ഗുണമല്ല, ഇന്ത്യയുടെ ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളത് കാണുന്നില്ല, നമ്മളത് കഥാറില്ല. ഈ ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ ഇവിടുന്ന് ആൾക്കാർ പോയി ഉണ്ടാക്കിയിട്ടുള്ള കമ്പനീസിൻ്റെയൊക്കെ നമ്പേഴ്സ് പറഞ്ഞാൽ കിടിലമാണ്. സത്യം നടല്ല. ഇന്ന് എൻ്റെ ഓഫീസിലുണ്ട് അവിടെ അഹമ്മദാബാദിൽ. ശന്തനു നാരായണനെ എടുത്താൽ, അല്ലെങ്കിൽ എത്രയോ ഇന്ത്യൻസിൻ്റെ ഞാൻ പേര് പറഞ്ഞാൽ നിൽക്കത്തില്ല, അതുപോലുണ്ട്. നമ്മൾ അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള ടാലൻറ്റ് നമ്മൾ കാണുകയില്ല. ഇത് റെയിൽവേസിൻ്റെ കാര്യം പറയാനായിരുന്നു ഞാൻ, പക്ഷെ അതിനകത്തോട്ട് പോകുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം റെയിൽവേ പന്നലാവാനല്ലാത്ത. നമ്മളുടെ ട്രാക്ക് ലെങ്ത് ഒരു രാജ്യങ്ങളും നമ്മളെക്കാളും കൂടുതലുള്ളത്. നമ്മുടെ അത്ര ആരുമില്ല. നമ്മൾ ക്യാരി ചെയ്യുന്ന അത്രയും പാസഞ്ചേഴ്സ്, ഒരു വർഷം ക്യാരി ചെയ്യുന്നത് 7 ബില്യൺ പാസഞ്ചേഴ്സാണ്. അത് ഓൾമോസ്റ്റ് ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. നമ്മൾ കാണാറില്ല. വി കാൺ സീ ഇറ്റ്. നമ്മൾ കാണുന്നത് വെളിയിലാണ്, നമ്മൾ വേറെ ഒരു സാധനവും കാണുകയില്ല. എൻ്റെ ലാസ്റ്റ് പോയിന്റ് ഞാൻ ഉണ്ടാക്കി. ഇത് ഞാൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സായി. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. നമുക്ക് വി ഹാവ് മോർ ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് ദി US ഓൾസോ. നമ്മളൊന്നും കാണുകയില്ല. ക്രിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഈ ഒരു കഥ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ 3D കമ്പനി അതിൻ്റെ CEO ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നു. ആദ്യം ഞാൻ സിംഗപ്പൂരിൽ കൊണ്ടുവന്നു. അയാൾക്ക് താല്പര്യമില്ല. അയാൾ വിചാരിക്കുന്ന എന്തോ പുച്ഛമായിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഞാനിവിടെ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കാണിച്ചു. അപ്പോൾ അവരുടെ മൺഡേ നൈറ്റ് ഫുട്ബോളിൻ്റെ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ മാസീവാണ്. എന്താണ്? 24 മില്യൺ. നമ്മുടെ ക്രിക്കറ്റ് ഒരു മാച്ച് കാണുന്നത് 600 മില്യൺ. അയാൾ പേടിച്ചു പോയി. അയാൾ എനിക്ക് പറയുന്നത് ഐ ഡിഡ്ന്റ് ഈവൻ നോ അബൌട്ട് ദിസ്. ഈ ഡിജിറ്റൽ ലീപ്പിൻ്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ആധാർ, നിങ്ങളിത് ആധാറും UPI, ജസ്റ്റ് ടേക്ക് UPI. We do so many million transactions and if you take all the countries put together, it doesn't add up. India is so good. ഇപ്പം you can't even carry cash. ഏത് ആളുകളുടെ കയ്യിലും ഇതുണ്ട്, UPI ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ, നമ്മളത് കാണുന്നില്ല. എത്ര എഫിഷ്യൻ്റ് ആണെന്ന് ആലോചിച്ചത്. ആൻഡ് ഫൈനലി ഞാനിതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. നമ്മൾ വിദേശികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ റെഗുലർലി ടോക്കിംഗ് അബൌട്ട് ഫോർഡ്, വാൻഡർബിൽറ്റ്, കാർണഗി, റോക്കിഫെല്ലർ. ഇവരാണ് നമ്മുടെ ഐഡിയൽസ്. അപ്പോൾ റോക്കിഫെല്ലർ എന്താ ചെയ്തത്? റോക്കിഫെല്ലർ ഓയിൽ റിഫൈനിങ് ചെയ്ത കാലത്ത് മൊണോപ്പൊളി ആയിരുന്നു, വേറെ ഒരാളും ഇല്ലായിരുന്നു. ഹി മെയ്ഡ് ഹിസ് ഓൺ റൂൾസ്. വാൻഡർബിൽറ്റ് സ്റ്റീൽ ചെയ്തപ്പോൾ സർക്കാരോ റൂൾസ് ഒന്നുമില്ല, അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത്. റോക്കിഫെല്ലർ ആയാലും ഫോർഡ് ആയാലും, ഫോർഡ് വണ്ടി ഉണ്ടാക്കി, ഹി സെറ്റ് ഹിസ് ഓൺ തിങ്. അതൊരു കൺസ്യൂമർ ഇൻഡസ്ട്രിയാണ്. എന്നാൽ ഇവിടെ ഒന്ന് 2-3 നമ്മളിവിടെ GD ബിർല കിടക്കുന്നു, JRD ടാറ്റ കിടക്കുന്നു, മുകേഷ് അംബാനി കിടക്കുന്നു, ധീരുഭായ് അംബാനി കിടക്കുന്നു, ഗൗതം അദാനി കിടക്കുന്നു. നമ്മളത് കാണുന്നില്ല. നമുക്ക് കുറ്റം പറയാനേ പറ്റുള്ളൂ. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. ഖാവ്ഡ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റ് ഇസ് ഓൺ ദി പാകിസ്ഥാൻ ബോർഡർ, നമ്മൾ അവിടെ ഒരു റിന്യൂവബിൾ എനർജി പാർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പാർക്കിൻ്റെ സൈസ് സിംഗപ്പൂരിനേക്കാളും വലുതാണ്. പാരീസ് എന്ന് പറയുന്ന സിറ്റിയുടെ 5 ഇരട്ടിയുണ്ട് ആ പാർക്ക്. നമ്മൾ ആകാശത്ത് പോയി 20,000 അടിയും താഴോട്ട് നോക്കിയാൽ സോളർ പാനൽ കാണാൻ പറ്റും, വേറെ ഒന്നുമില്ല. ഇത് വേറൊരു രാജ്യത്തിന് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഇറ്റ് ഇസ് എ 30 ഗിഗവാട്ട് പ്ലാന്റ്. അവിടെ നിന്ന് ഒരു 25 മില്യൺ കുടുംബങ്ങൾക്ക് കറണ്ട് കൊടുക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പവർ ജനറേറ്റിംഗ് സൈറ്റ് ഓഫ് എനി കൈൻഡ്. ഹൈഡ്രോ എടുത്താലും ന്യൂക്ലിയർ എടുത്താലും തെർമൽ എടുത്താലും ഒന്ന് നമ്മളത് കാണുകയില്ല. നമുക്കത് കുറ്റമേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇമാജിൻ, വിദേശികൾ ഡെയിലിയാണ് വരുന്നത് ഇത് കാണാൻ, എൻജിനീയേഴ്സ് തൊട്ട്. കാരണം ഹൗ ഡു യു ബിൽഡ് സച്ച് എ തിങ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സിറ്റി ദ സൈസ് ഓഫ് പാരീസ്, അതിൻ്റെ 5 times, 500 സ്ക്വയർ കിലോമീറ്റർ. എത്ര അയ്യോ. അപ്പം സോ മൈ ഫൈനൽ മെസ്സേജ് ഇസ് ദിസ്: വി ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു
see what we are capable of. And we should not hesitate to praise ourselves. Not individuals, India. Indians are, it should be really, really, really proud of being Indians. So Okay. please see what we don't see. Thank you. ഓക്കെ. ക്ഷമിക്കണം, സമയ പരിമിതി മൂലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെയുടെ സ്വപ്നങ്ങൾ എന്നൊരു മികച്ച സെഷൻ നമുക്കായി പങ്കുവച്ച സ്പീക്കേഴ്സിനും ഇവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർക്കും 1000 നന്ദി.